ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഈ സദസ്സിലുള്ളവരോട് ഞാൻ ചോദിക്കാം, വ്യഭിചരിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ളവരെ എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞാൽ വേണ്ടട്ടോ. ഞാൻ അതിനെല്ലാം ഇത് പറയുന്നു. വ്യഭിചരിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ളവരൊന്ന് എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുന്നേൽക്കും അല്ലെ? കട്ടിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, അതിനൊക്കെ എണീച്ചിരിക്കാൻ ആളുണ്ടാവും. പക്ഷേ 30 വ്യഭിചാരത്തെക്കാൾ കടുപ്പമാണ് ഒരു ഗീബത്ത്. നബി പറഞ്ഞു, അൽ ഗീബത്തു അശദ്ദു മിൻ 30 സല്യ. ഇത്രയും കടുപ്പത്തിൽ പറഞ്ഞ ഗീബത്ത് ജീവിതത്തിൽ ഞാൻ ഒരാളെ പറ്റിയും പറഞ്ഞിട്ടില്ല. ഷാഫി ഇമാമ് പറഞ്ഞതുപോലെ പറയാൻ പറ്റിയ ഒരാൺകുട്ടി ഇല്ല, സദസ്സിലില്ല എന്നല്ല, സ്റ്റേജിൽ ഞാനുണ്ടാവില്ല. എത്രയാണ് നമ്മൾ ആളുകളെ പറ്റി കുറ്റം പറയുന്നത്? ഞാൻ ചുരുക്കി പറഞ്ഞു തരാണ്. ഗസാലി ഇമാമ് പറഞ്ഞതുപോലെ കുറ്റം പറഞ്ഞിട്ട് സ്വർഗം കൊടുക്കുന്നവനല്ല പടച്ചവൻ. മനസ്സിലാക്കിയാൽ മതി. കുറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടുന്ന ഒരു സംഗതി പരിശുദ്ധ ഇസ്ലാമിലില്ല. എത്രത്തോളം ആരെയും ദുഷിപ്പ് പറയരുത്. ദുഷിപ്പ് പറയാൻ അർഹനാണെങ്കിൽ പോലും ദുഷിപ്പ് പറയരുത്. ദുഷിപ്പ് പറഞ്ഞില്ലെങ്കിൽ ഒന്നും വരാനില്ല. എന്നിട്ട് പറഞ്ഞു, എത്രത്തോളം നീ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളൊക്കെ ഇപ്പൊ ഇബ്ലീസുൽ ലഈൻ എന്ന് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയില്ലേ? അത് ഈമാന്റെ ഒരു അടയാളാണ്. ആ ലഅനത്തുല്ലാഹി അലൈഹി പറയില്ലേ? പക്ഷെ പറയൽ നിർബന്ധമുണ്ടോ? അപ്പൊ ഒരാൾ ഇബ്ലീസിന്റെ പേര് കേട്ടിട്ട് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞില്ല നോക്കുക, എന്നാൽ അല്ലാഹു തആല നാളെ പരലോകത്ത് നിന്നിടാ ഇബ്ലീസിന്റെ പേര് എന്റെ മുമ്പെന്ന് പറഞ്ഞിട്ട് ഈ എന്തേ ലഅനത്തുല്ലാഹി അലൈഹി പറയാതിരുന്നത് പോ നരകത്തേക്ക് എന്ന് പറയില്ല. കാരണം എന്താ? ഒരാളെ ദുഷിപ്പ് പറഞ്ഞിട്ട് സ്വർഗം